മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ, തിരക്കഥാകൃത്ത്, മലയാള സാഹിത്യരംഗത്ത് മാത്രമല്ല സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ ശ്രദ്ധേയമായി ഇടപെട്ട എഴുത്തുകാരനും ചിന്തകനുമായി ഈ കേരളത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളെ സ്പർശിച്ച വ്യക്തിത്വമായിരുന്നു എം ടി എന്ന രണ്ട് വാക്കുകൾ തന്നെ അദ്ദേഹം കേരളത്തിൽ നൽകിയ സംഭാവനകളെ ധ്വനിപ്പിക്കുന്ന വാക്കുകളാണ്. ഇത്രമാത്രം കലയും സാഹിത്യത്തെയും സാംസ്കാരിക മേഖലയും സ്നേഹിച്ച അതുല്യനായ ഒരു സാഹിത്യകാരൻ വിട പറയുമ്പോൾ നാടാകെ ദുഃഖത്തിലാണ്. അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്നതാണ് വസ്തുത. സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എം ടിയുടെ നവതി ആഘോഷത്തിൽ പ്രത്യേകമായ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ തുഞ്ചൻപറമ്പിൽ നടത്തിയ വലിയൊരു സമ്മേളനം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതുല്യ കലാകാരൻ മമ്മൂട്ടി അടക്കം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കഴിഞ്ഞു. അതുകൂടാതെ തന്നെ സൂര്യ കൃഷ്ണമൂർത്തി മുൻകൈ എടുത്തുകൊണ്ട് സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എം ടിയുടെ ജീവിതം രേഖപ്പെടുത്തുന്ന ഒരു നാടകം അത് തയ്യാറാക്കി അദ്ദേഹത്തെ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും അതൊരു അംഗീകാരം അദ്ദേഹത്തിന് നൽകാനും ഗവൺമെൻറ്റിനും വകുപ്പിനും കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും വിട ചൊല്ലുന്ന, നമ്മളെ വിട്ടുപിരിയുന്ന ഈ മഹാനായ സാഹിത്യകാരന്, കലാകാരന് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ആദരാഞ്ജലികളും അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി എൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പങ്കുചേരുന്നു. ചെറിയ വാക്കുകൾ അവസാനിക്കും. തീർച്ചയായിട്ടും എം ഡിയുടെ ഓർമ്മകൾ നിലനിർത്തേണ്ടതും പുതിയ തലമുറയ്ക്ക് എം ഡി എന്തായിരുന്നു എന്ന് പഠിപ്പിക്കേണ്ടതിൻ്റെതായ ഉത്തരവാദിത്വം അത് പാലിക്കപ്പെടേണ്ടതാണ്. സാംസ്കാരിക വകുപ്പ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ടവരെ ആലോചിച്ച് ഏറ്റവും വേഗത്തിൽ എം ഡിയുടെ നാമധേയം കേരളം എന്നും ഓർക്കത്തക്ക നിലയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ളൊരു നടപടി ഞങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്താണെന്നുള്ളത് കൂടി ആലോചിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഏറ്റവും വേഗം അതുണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം.